നെയ്മർ സൂപ്പർ താരമാണ്, ഇതിഹാസമാണ്. അയാളുടെ അവസാന ലോകകപ്പ് ഇങ്ങനെ അവസാനിക്കരുതെന്ന് കരുതിയതാണ്. ആഞ്ചലോട്ടിയുടെ മഞ്ഞപ്പടയാകട്ടെ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്നും ജപ്പാനെതിരെയുള്ള റൗണ്ട് ഓഫ് 32-ൽ എത്തിയപ്പോഴേക്ക് ഒരു ചാമ്പ്യൻ സംഘവുമായതാണ്. എന്നാൽ പക്ഷേ അവർക്കും നോർവേക്കുമിടയിൽ ഒരാളുടെ ദൂരമുണ്ടായിരുന്നു, എർലിംഗ് ഹാളണ്ട് എന്ന മഹാമേരുവിന്റെ. പായ്ക്കപ്പലുകൾ ഓടിച്ച് ലോകം കറങ്ങിയ പൂർവികരുടെ ലക്ഷണമൊത്ത കാൽപന്ത് നാവികനെ തടുക്കാൻ മാത്രം കാനറികൾക്കായില്ല. കളി കാണുമ്പോൾ സ്ക്രീനിൽ അയാൾ മിന്നിമായുക വളരെ കുറഞ്ഞ നിമിഷങ്ങളാകും. എന്നാൽ കളിയുടെ ഹൈലൈറ്റ്സിൽ ആ നിമിഷങ്ങളുണ്ടാകും. അതാണ് ഹാളണ്ട്. അതുവരെയും ബ്രസീൽ വല കോട്ട പോലെ കാത്ത അലിസണ് ഹാളണ്ടിന്റെ ബുള്ളറ്റ് ഹെഡർ തടുക്കാനായില്ല. ഷെൽഡറപ്പുമായി നടത്തിയ മറ്റൊരു നീക്കത്തിനിടയിൽ ബ്രസീലിന്റെ നെഞ്ചകം പിളർത്തിയ ഗ്രൗണ്ട് ഷോട്ട് ഗോൾ. നോർവേ കോച്ച് ഈ കളിയിലെടുത്ത ഏറ്റവും മികച്ച തീരുമാനം സൊർലാത്തിനെ പിൻവലിച്ച് ഷെൽഡറപ്പിനെ കൊണ്ടുവന്നതായിരിക്കണം. 2 ഗോളിലും അയാളുടെ കാലൊപ്പുണ്ടായിരുന്നു. പകരക്കാരനായി വന്ന് നെയ്മർ വല കുലുക്കിയത് നന്നായി. നെയ്മറിന്റെ പേരില്ലാത്ത ഒരു സ്കോർ ലിസ്റ്റ് ഇല്ലാതെ ഫിഫ ലോകകപ്പ് ടൂർണമെന്റ് അവസാനിക്കുന്നത് നീതികേടായേനെ. ബ്രസീലിന് പാഴാക്കിയ അവസരങ്ങളെ ഓർത്ത് പഴിക്കുക മാത്രമേ വഴിയുള്ളൂ. മത്സരത്തിന്റെ 3-ാം മിനിറ്റിൽ പാട്രിക് ബെർഗിലൂടെ നോർവേ വല കുലുക്കിയതാണ്. സെർലോത്ത് ഓഫ് സൈഡ് ആയതിനാൽ റഫറി ഗോൾ അനുവദിച്ചില്ല. ഭാഗ്യം. അതും കഴിഞ്ഞ് 10-ാം മിനിറ്റിൽ മാത്തുയേസ് കുഞ്ഞയെ ബോക്സിൽ വീഴ്ത്തിയതിന് വാർ പരിശോധനക്കൊടുവിൽ റഫറി ബ്രസീലിന് അനുകൂലമായി പെനാൾട്ടി വിധിച്ചതാണ്. എന്നാൽ കിക്കെടുത്ത മിഡ്ഫീൽഡർ ബ്രൂണോ ഗിമറസിന് പിഴച്ചു. ഗിമറസിന്റെ ഷോട്ട് നോർവീജിയൻ ഗോൾ കീപ്പർ തകർപ്പൻ ഡൈവിലൂടെ തടഞ്ഞു. പിന്നെയും എത്ര അവസരങ്ങൾ! മറുഭാഗത്തും അവസരങ്ങൾക്ക് പഞ്ഞമില്ലായിരുന്നുവെങ്കിലും ഹാളണ്ട് വ്യത്യസ്തനായി. ഏതായാലും ഫ്രാൻസ് പാരഗ്വായ് ഗുസ്തി മത്സരം കണ്ട് ചടച്ചവർക്ക് ബ്രസീൽ നോർവേ മത്സരം ഒന്നൊന്നര വിരുന്നായിരുന്നു. ബ്രസീൽ ഇനി ഈ ലോകകപ്പിൽ ഇല്ല എന്ന സങ്കടം നിലനിൽക്കെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി ഫിഫ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ നോർവേ എന്ന കുഞ്ഞൻ രാജ്യം എത്തുന്നു എന്ന സന്തോഷം ബാക്കിയുണ്ട്.